വരുമെന്ന് പ്രതീക്ഷിച്ചതല്ല, വരണമെന്ന് കരുതിയതുമല്ല. ഇവിടെയുള്ള വരവ് യാദൃശ്ചികമാണ്. ക്ഷണിച്ചോ എന്ന് ചോദിച്ചാൽ ക്ഷണിച്ചിട്ടില്ല. ഞാനിങ്ങോട്ട് പോന്നു. കോഴിക്കോട് എത്തിയപ്പം ജയന്തിനെ കിട്ടി. ജയന്തോടൊപ്പം അനിൽ ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന്. അത്രയല്ലേ ഉള്ളൂ, അത്രയൊക്കെയല്ലേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അത് ക്ഷണനാവില്ലല്ലോ. എന്നാലും ഞാൻ കുറ്റം പറയുന്നില്ല. ഞാനിത് നിങ്ങളെ ഇത്രയും വലിയൊരു യോഗത്തിൻ്റെ അകത്ത് കടന്നു വരിക എന്നുള്ളത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും നിങ്ങളെ ഇങ്ങനെ കിട്ടാനാണ് ഞാനൊക്കെ പട്ടി ഓടുന്നത് പോലെ ഓടിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 7 മണി 8 മണിക്ക് ഓട്ടം തുടങ്ങിയാൽ രാത്രി 12 മണി വരെ ഓടുന്നത് എന്തിനാ? നിങ്ങളെ ഇങ്ങനെ ഒന്ന് കിട്ടാനല്ലേ, ഒരുമിപ്പിക്കാനല്ലേ. ആ ഒരുമിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനത്തിന് ഒരു മുതലും മുടക്കുമില്ലാതെ നിങ്ങളെ ഉണ്ടാക്കി തന്ന ഈ സദസ്സിന് നിങ്ങളോട് നന്ദി പറയാനാണ് എനിക്ക് എൻ്റെ താല്പര്യം. വേണുഗോപാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെടുക്ക സംസാരിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. നമ്മുടെ കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മുടെ കോൺഗ്രസിൻ്റെ സ്ഥാനം, കോൺഗ്രസിൻ്റെ അധികാരങ്ങൾ, കോൺഗ്രസിനോടുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങൾ ഇതൊക്കെ അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. കോൺഗ്രസിനെ നിഷേധിക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു പാർട്ടിക്കും സാധിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്, ഈ രാഷ്ട്രം നിലനിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തത്വസംഹിതയുടെ അടിസ്ഥാനത്തിലാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ പോലും ഈ സ്വാതന്ത്ര്യം നിലനിർത്തണമെങ്കിൽ എന്തൊക്കെ വേണം? ജനമനസ്സിൽ ഇത് ജീവിക്കണ്ടേ? ഈ ഇന്ത്യ രാജ്യത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്ത സേവനം ഓർക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തള്ളിപ്പറയാൻ സാധിക്കുമോ? ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇവിടെ ഒന്നുമില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ നാട് വൈവിധ്യങ്ങളുടെ നാടാണ്, വൈരുദ്ധ്യങ്ങളുടെ നാടാണ്. ഇവിടെ ഒന്നും കോൺഗ്രസ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒന്നുമില്ലാത്തൊരു നാടായിരുന്നു ഈ നാട്. ഇവിടെ അരിയില്ല, ഇവിടെ തുണിയില്ല, ഇവിടെ പണിയില്ല, ഇവിടെ വിദ്യാഭ്യാസമില്ല, ഇവിടെ ശാസ്ത്രമില്ല. ഒന്നുമില്ലാത്ത ഈ മണ്ണിൽ മതേതരത്വത്തിലൂടെ ജനമനസ്സുകളിൽ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഊർജം പകർന്ന് ഒരു നാടിൻ്റെ ഐക്യം പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ നടക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇപ്പൊ ഈ രാജ്യത്തിലെ ജനങ്ങളുടെ വൈവിധ്യങ്ങളെ ഇന്ത്യ രാജ്യത്ത് ഒരുമിപ്പിച്ച് നിർത്തി കൊണ്ടുപോകുന്നത് കോൺഗ്രസ് ആണ്. ലോകത്തിലെ മിക്ക രാഷ്ട്രങ്ങളും എന്ന് പറഞ്ഞിരുന്നു, ഇന്ത്യ നിൽക്കില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നിലനിർത്തി കൊണ്ടുപോകാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് സാധിക്കില്ല. കാരണം ഈ നാട് വൈരുദ്ധ്യങ്ങളുടെ നാടാണ്, വൈവിധ്യങ്ങളുടെ നാടാണ്, വ്യത്യസ്തതകളുടെ നാടാണ്, ബഹുമതങ്ങളുടെ നാടാണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യം നിലനിൽക്കില്ല എന്ന് ലോകത്തിലെ മുഴുവൻ ഭരണാധികാരികളും പച്ചയായി ഈ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. ലണ്ടൻ ടൈംസ് എന്ന് പറയുന്ന പത്രം ഒരു എഡിറ്റർ കോളത്തിൽ ലണ്ടൻ ടൈംസ് എന്ന് പറയുന്ന പത്രം എഴുതി, നോ വൺ ക്യാൻ മേക്ക് എ നേഷൻ ഔട്ട് ഓഫ് എ കോണ്ടിനെന്റ് ഓഫ് മെനി നേഷൻസ്. ഒരു ബഹുരാഷ്ട്ര സമുച്ചയത്തിൽ നിന്ന് ഒരു രാഷ്ട്രത്തെ ഉണ്ടാക്കാൻ സാധിക്കില്ല. സോ ഇന്ത്യ വിൽ റൂയിൻ, ഇന്ത്യ തകരും എന്ന് ലണ്ടൻ ടൈംസ് പോലുള്ള പത്രങ്ങൾ പോലും പറഞ്ഞു. പക്ഷേ ഞങ്ങൾ തളർന്നോ? ഞങ്ങൾ തകർന്നോ? ഞങ്ങൾ കരുത്താർജിച്ചു വന്നു. അരിയില്ലാത്ത ഈ നാട് ശാസ്ത്രത്തിന്റെ ഈറ്റില്ലമായി മാറിക്കൊണ്ടിരിക്കുക. പണിയില്ലാത്ത, തുണിയില്ലാത്ത നാട് തുണി കയറ്റി അയക്കുകയാ. ഈ രാജ്യത്ത്, ഈ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കരുത്ത് കാണിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്ന ഇന്ത്യ രാജ്യത്തിന് സാധിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാം പിറകിലുള്ള ജിഹ്വ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിന് കരുത്തു പകരാൻ സാധിക്കുന്ന പ്രവർത്തനത്തിലേക്ക് നമുക്ക് കടക്കണം. അതിൽ കുറെ കാര്യങ്ങളാണ് പ്രിയപ്പെട്ട വേണു ഇവിടെ സൂചിപ്പിച്ചത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വേണു പറഞ്ഞത് തന്നെയെന്ന് ഞാൻ ആവർത്തിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പരിസരത്തുള്ള അയൽപക്കത്തുള്ള നമ്മോട് സഹകരിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകളെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ നമ്മൾ ഏറെ ഒന്നും പണിപ്പെടാറില്ല.
വീട്ടിൻ്റെ മുൻപിലൂടെ കടന്നു പോകുമ്പോൾ രോഗിയായി കിടക്കുന്ന വീട്ടുകാരിയെ അല്ലെങ്കിൽ വീട്ടുകാരനെ ഒന്ന് കയറി നോക്കിക്കണ്ട് പോകുന്ന സ്വഭാവം പോലും നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാർക്കില്ല എന്നതാണ് എൻ്റെ അനുഭവം. ഒന്ന് കയറി ഇറങ്ങി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് അവിടെ നിന്ന് പോയാൽ ഒരു രക്തബന്ധത്തിൻ്റെ ആഴവും പരപ്പും നമ്മൾ തമ്മിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളെയും സഹായിക്കാൻ, അവരുടെ ആവശ്യങ്ങൾക്ക് എത്താൻ, അവരുടെ സേവനത്തിനെത്താൻ, അവരുടെ ആവശ്യം കണ്ടറിയാൻ, അവർക്ക് പിറകിൽ നിൽക്കാൻ എന്നും സാധിക്കുന്ന ഒരു പൊതു സ്വഭാവം കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ഉണ്ടാക്കിയെടുക്കണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്.